ഹായ് ഫ്രണ്ട്സ്, ഡീതർക്കോട് സിസ്റ്റം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ട്രെൻഡിങ്ങൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു കിടിലൻ സാധനമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ സൈനറ്റിക് സാൻഡ്. അത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് ടൈമൊന്നും വേണ്ട, നമുക്ക് നേരെ വീഡിയോയിൽ കൂടാം. അപ്പോൾ സൈനറ്റിക് സാൻഡ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പറഞ്ഞതുപോലെ തന്നെ ഒരു കയ്യിലും ഒരു ബൗളാണ് വേണ്ടത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് ആവശ്യം കോൾഗേറ്റ്, അതുപോലെ തന്നെ ഉപ്പാണ് ആവശ്യം. പക്ഷെ നമുക്ക് എത്രത്തോളം സൈനറ്റിക് സാൻഡ് വേണം അത്രത്തോളം ഉപ്പ് നമുക്ക് ബൗളിലേക്ക് ഇടണം. ഞാൻ ഏകദേശം ഇപ്പോൾ ഇത്രത്തോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് നമുക്ക് കോൾഗേറ്റ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇപ്പം ഞാൻ കുറച്ചൊക്കെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യണം. കോൾഗേറ്റിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് ഏകദേശം ഒരു കട്ടിപ്പ് വരുന്ന ഏകദേശം ഒരു ഉപ്പ് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്യണം. ആ രൂപം വരെ നമുക്ക് നന്നായി മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം അതിനെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണാൻ ഈ ഒരു പരുവം വരെ നമ്മൾ കോൾഗേറ്റ് ഒഴിക്കണം. ഇനി നമുക്ക് കോൾഗേറ്റ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കത് നന്നായി മിക്സ് ചെയ്യുക തന്നെ വേണം. ഞാൻ ഈ ടൈമിലാണ് ഇപ്പോൾ കളറ് ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ കളർ ചേർത്തിട്ടുണ്ട്. നന്നായി ഞാനൊരു നീല തരം കളറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ സൈനറ്റിക് സാൻഡ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ സൈനറ്റിക് സാൻഡ് നമുക്ക് ഇത് ഇനി വർക്ക് ആവുമോ ഇങ്ങനത്തെ ഒരു ആകൃതി ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു ആകൃതി ആക്കാനുള്ള ചിഹ്നം ഉണ്ടോ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് ആക്കാവുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇതുപോലത്തെ ഒരു ബൗളാണ് ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതുപോലത്തെ ഒരു ആകൃതി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പൊടി പോലും പൊട്ടാണ്ട് നമുക്കിത് കിട്ടുന്നുണ്ട്. കാണാം, അത്രക്കും നൈസായിട്ടാണ് ഞാൻ ഇത് അരിയുന്നത്. ആ സമയം ഇപ്പം ഞങ്ങൾ ഈ സൈഡൊക്കെ നോക്കി നോക്കുക, ഒരു മാറ്റമില്ല. ഞാൻ അതിലൊക്കെ ഇത്രത്തോളം കട്ടിപ്പിലാണ് ഞാൻ അരിയുന്നത്. എന്നിട്ട് നമ്മൾ ഈ സൈനറ്റിക് സാൻഡിന് ഒരു പ്രശ്നമില്ല. നമുക്കിനി ഒരു ജസ്റ്റ് ഒന്ന് നമുക്ക് കൈ കൊണ്ട് നോക്കി നോക്കാം. കഴിയുമ്പോൾ തൊടുമ്പോൾ ഇത് അത്രക്കും സോഫ്റ്റാണ്. വേഗം പഞ്ഞി പോലെയാണ് ഇത്. പഞ്ഞല്ല, അത്രക്കും സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ സംഭവം വന്നിട്ട് കൈ കൊണ്ട് തൊടുമ്പോൾ നമുക്ക് കിട്ടുന്നതുള്ളത്. പൊളിയാണ് കേട്ടോ. ഇപ്പം നമുക്ക് കത്തി കൊണ്ട് അരിയുമ്പോൾ നമുക്ക് തീരെ പൊട്ടാണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കൈ കൊണ്ട് തൊടുമ്പോൾ ഇത് പൊട്ടി പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് കത്തി കൊണ്ട് കാക്കുമ്പോൾ ഒരു പൊട്ടലും ഇല്ലാണ്ട് നമുക്കിത് കിട്ടുന്നുണ്ട്. പക്ഷെ കൈ കൊണ്ട് തൊടുമ്പോൾ ഇത് പൊട്ടി പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ സൈനറ്റിക് സാൻഡ്. പൊളിയാണ്. ഇതെല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാവുന്നതാണിത്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ നന്നായി കളിക്കാം. മണ്ണിലൊക്കെ ആകൃതികൾ ഉണ്ടാക്കി കളിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതിലും നല്ല അടിപൊളി അതിനെക്കാട്ടും രസത്തിൽ നമുക്ക് ഇതിൽ ആകൃതികൾ ഉണ്ടാക്കി കളിക്കാവുന്നതാണ്. ഒരു കേക്ക് പോലെ നമുക്ക് ഇതാ ജസ്റ്റ് ഒന്നിങ്ങനെ മുറിച്ചിടാനുള്ളതൊന്നും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മണ്ണൊക്കെ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചിഹ്നം ഉണ്ടാക്കിയാൽ ഈ കൈ കൊണ്ട് എടുത്താൽ വേഗം പൊട്ടിപ്പോവും. പക്ഷെ നമ്മൾ ഈ സൈനറ്റിക് സാൻഡ് നമ്മൾ കൈ കൊണ്ട് എടുത്താൽ പെട്ടെന്ന് പൊട്ടുകയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൈ കൊണ്ട് എടുത്തിട്ട് അങ്ങോട്ടും കൂടി മറിച്ചിട്ടും ഒട്ടും തന്നെ പൊട്ടണില്ല. അത്രക്കും നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മളെ സൈനറ്റിക് സാൻഡ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കൈ കൊണ്ടല്ല കത്തി കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഒന്നും പൊട്ടണില്ല. അടിപൊളിയാണ്. ഇതെല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. സൈനറ്റിക് സാൻഡ് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 2 സാധനം കൊണ്ടാണ് ഈ സൈനറ്റിക് സാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇത്
ഇത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പോഴൊന്നും പെട്ടെന്നൊന്നും പൊട്ടുന്നില്ല. നല്ല ഉറപ്പിൽ തന്നെ നമ്മൾ ഈ സയൻറ്റിക് സാൻഡ് നിൽക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തായാലും ഇതിനെക്കാട്ടും നല്ല വീഡിയോ അടുത്ത വീഡിയോയിൽ വരാമെന്ന് പ്രതീക്ഷ. ക്യാമറ നിശാനോടൊപ്പം സ്മിത സാനിങ് ഔട്ട്.